സുഹൃത്തുക്കളെ നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം രോഗികൾക്ക് മതിയായ ചികിത്സ നൽകാൻ സാധിക്കുന്നില്ല എന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കാത് തുറന്ന് കേൾക്കേണ്ട ഒരു കാര്യമാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ ദയനീയ സ്ഥിതിയാണ് ഡോക്ടർ ഹാരിസ് വരച്ചു കാണിച്ചിരിക്കുന്നത്. ഇത് അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിച്ചതല്ല എന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞു, 6 മാസ കാലഘട്ടങ്ങൾക്ക് മുൻപ് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള മേലുദ്യോഗസ്ഥർക്ക് ഈ സ്ഥിതിവിശേഷങ്ങൾ അറിയിച്ചുകൊണ്ട് ലെറ്ററുകൾ നൽകിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് 6 മാസ കാലഘട്ടങ്ങൾക്ക് മുൻപേ ഈ വിവരങ്ങളെല്ലാം കൈമാറിയിട്ടും കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞത് ആയിത്തീർന്നത് എന്തേ എന്നാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടോ? ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പണി എന്താണ്? അവർ ഇതൊന്നും ശ്രദ്ധിക്കാതെ നടന്ന സാഹചര്യത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡോക്ടർ എന്ന രീതിയിൽ, നികുതിപ്പണം ശമ്പളമായി കൈപ്പറ്റുന്ന ഒരു ഡോക്ടർ എന്ന രീതിയിൽ തൻ്റെ ജോലിയെ ബാധിച്ചാലും വേണ്ടില്ല, ഇത് പൊതുസമൂഹം അറിയട്ടെ എന്ന തോന്നൽ കൊണ്ടും ആ ഉത്തരവാദിത്ത ബോധമുള്ളത് കൊണ്ടുമാണ് അദ്ദേഹം ഇക്കാര്യം പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയത് എന്നുള്ളതാണ് വ്യക്തം. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയ്ക്കായി അഭയം തേടുന്ന മുഴുവൻ ആളുകൾക്കും ഒരുപക്ഷെ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് പറയാനുള്ള ആളുകളാണ് എന്ന വസ്തുതയിൽ തർക്കമില്ല. പല മെഡിക്കൽ കോളേജിലും നിസ്സഹകരണ സമരം നടക്കുകയാണിപ്പോൾ. ഉപകരണങ്ങളിലും മരുന്നിലും വൻ വെട്ടിപ്പാണ് നടക്കുന്നത്. നിലവാരം കുറഞ്ഞ മരുന്നുകളും ഉപകരണങ്ങളുമാണ് ഗവൺമെൻറ് ആശുപത്രികളിൽ ഉള്ളത് എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാട് ഭരിച്ച് മുടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എല്ലാത്തിനും വിമ്പ് പറയാൻ, ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് വിമ്പ് പറയാൻ, അതല്ലെങ്കിൽ മറ്റു പ്രസംഗത്തിലൂടെ വീമ്പ് പറയാൻ കേരളം നമ്പർ 1 ആണ് ആരോഗ്യ മേഖലയിൽ എന്നൊക്കെ വീമ്പിളക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ലാത്ത ഒരു സർക്കാരായി ഈ സർക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ വേണമെങ്കിൽ ആരോഗ്യ മേഖലയിലെ ഈ സത്യം മറച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം അത് തുറന്നു പറഞ്ഞതുകൊണ്ട് ഈ നാടിന് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ഡോക്ടറായി അദ്ദേഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരു ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഡോക്ടർമാരാണ് ഇന്ന് ഗവൺമെൻറ് ആശുപത്രികളിൽ കൂടുതലുമുള്ളത് എന്ന് പറയുന്നതിലും എനിക്ക് മടിയില്ല. കാരണം എന്താണ്? പല ഡോക്ടർമാരും ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഉപകരണങ്ങൾ വയറ്റിൽ വെച്ച് മറന്നു പോകുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉള്ള നമ്മുടെ കേരളത്തിൽ ഈ ഡോക്ടർ അവർക്കൊരു അപമാനമായി തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഡോക്ടർ പറഞ്ഞത് വസ്തുതാപരമായി നാം വിലയിരുത്തേണ്ടതും പരിശോധിക്കേണ്ടതുമാണ്. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഉറഞ്ഞുതുള്ളുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വീണ ജോർജ് ഉറഞ്ഞുതുള്ളുന്നത്? ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഒരു ഡോക്ടർ ശ്രമിച്ചു എന്ന വിധത്തിലായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ അങ്ങനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുമ്പോഴും കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അമേരിക്കയിൽ പോയി ചികിത്സിക്കാം. എന്നാൽ സാമാന്യ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക്
പൊതുസമൂഹത്തിന് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ചികിത്സാ മേഖലയാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത്. ആ സർക്കാർ ആശുപത്രികളിൽ ചെന്ന് ചികിത്സിച്ചു കഴിഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടില്ല എന്ന ഭയത്തോടെയാണ് പലരും ഇപ്പോൾ സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്നത് എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി പരിശോധിച്ച് അടിയന്തരമായ നടപടിയെടുക്കാൻ ഈ സർക്കാർ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കാൻ ഈ ഘട്ടം ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ പൊതുഖജനാവിൽ നിന്ന് നാം കൊടുക്കുന്ന നികുതിപ്പണമായ 1600 കോടി രൂപ പ്രതിവർഷം ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടാണ് ഇവിടുത്തെ സർക്കാർ പ്രവർത്തനങ്ങൾ, ഗവൺമെൻറ് ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആ വസ്തുതയും കൂടി പരിശോധിച്ചുകൊണ്ട് സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള, ഉത്തരവാദിത്തമുള്ള ഇതുപോലെയുള്ള ഡോക്ടർമാർക്ക് പിന്തുണ നൽകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പുറത്തുവിട്ട ഡോക്ടർ ഹാരിസിന് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ഈ ഘട്ടം ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം.